പ്രധാനപ്പെട്ട വാർത്ത, വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയായപ്പോൾ ബംഗാളിൽ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 58 ലക്ഷം പേർ പുറത്ത്, 24 ലക്ഷം പേർ മരിച്ചു, 12 ലക്ഷം പേരുടെ എന്യൂമറേഷൻ ഫോം മടങ്ങി, 1.3 ലക്ഷം ഇരട്ട വോട്ടുകളും കണ്ടെത്തി എന്നിങ്ങനെയാണ് ഇപ്പോൾ ഈ പുറത്താക്കപ്പെട്ട 58 ലക്ഷം എന്നുള്ളതിൻ്റെ ആ ഒരു കണക്ക് വരുന്നത്. കരട് പട്ടികയിൽ ഒഴിവാക്കപ്പെട്ടവർക്ക് പരാതി ഉന്നയിക്കാൻ അവസരമുണ്ട്. ഇത്തരത്തിൽ ഈ കണക്കുകൾക്കൊക്കെ പുറമെ കൂടുതൽ പേർ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് ഇതിനെ സംബന്ധിച്ച് പരാതി ഉന്നയിക്കാനും കൂടി അവസരമുണ്ട്. പരാതി പരിഹരിച്ച ശേഷം ഫെബ്രുവരിയിലാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. ബംഗാളിലെ നിയമപരമായ വോട്ടർമാരെ നീക്കം ചെയ്തത് ഈ ഒരു നടപടി BJPയുടെ ഗൂഢാലോചനയാണെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇപ്പോൾ പരാതി ഉന്നയിക്കാനുള്ള അവസരം കൂടി ഉള്ള സ്ഥിതിക്ക് കരട് പട്ടികയിൽ ഒഴിവാക്കപ്പെട്ടവർക്ക് അതിനെ സംബന്ധിച്ച് നടപടികൾക്ക് പോകാം, പരാതിക്ക് പോകാം. പരാതി പരിഹരിച്ച ശേഷം പിന്നീടാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ഫെബ്രുവരിയിലാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. കേരളത്തിലും അതങ്ങനെ തന്നെയാണ്. ഒരേ സമയത്താണ് ഈ ബംഗാളിലും കേരളത്തിലും ഒക്കെ തന്നെ ഈ SIR-നെ ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സംബന്ധിച്ചുള്ള നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്. ഇപ്പോൾ ബംഗാളിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 58 ലക്ഷം പേർ പുറത്താണ് എന്നുള്ളതാണ് കരട് പട്ടികയിലെ വിവരമാണ്. കേരളത്തിൽ അത് 25 ലക്ഷമാണ്. കേരളത്തിൽ 25 ലക്ഷം പേർ ഈ പട്ടികയിൽ കരട് വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ പത്രങ്ങളെല്ലാം കൃത്യമായി സൂചിപ്പിക്കുന്നു. മാധ്യമങ്ങളും അത്തരത്തിൽ തന്നെയുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ബംഗാളിലേക്ക് പോകുമ്പോൾ ആ കണക്ക് 25, കേരളത്തിൽ 25 ലക്ഷം പേർ പുറത്താണെന്നുള്ളതാണെങ്കിൽ ബംഗാളിലേക്ക് പോകുമ്പോൾ അത് 58 ലക്ഷം പേരാണ്. അതിൽ 24 ലക്ഷം പേർ മരിച്ചു എന്നുള്ളതാണ് അതിൽ രേഖപ്പെടുത്തിയത്. 12 ലക്ഷം പേരുടെ എന്യൂമറേഷൻ ഫോം മടങ്ങി എന്നുള്ളതാണ്. അത് ചെറിയ സാങ്കേതിക തകരാറാണ്. അതൊക്കെ തന്നെ വീണ്ടും പൂരിപ്പിച്ച്, അല്ലെങ്കിൽ മടങ്ങിയ ഫോമുകളൊക്കെ വീണ്ടും അത് പൂരിപ്പിച്ച് അതിന് വേണ്ട നടപടികളൊക്കെ ചെയ്യാം. കൃത്യമായ നടപടികളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, നിയമപരമായ നടപടികൾ ചെയ്തു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ സാധ്യതയുണ്ടെങ്കിൽ, പൗരനാണെന്നുള്ളത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള സാധ്യതകൾ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. 1.5 ലക്ഷം, ഏകദേശം 1.3 ലക്ഷം ഇരട്ട വോട്ടുകളാണ് അവിടെ കണ്ടെത്തിയിട്ടുള്ളത്. കാരണം വോട്ടർ പട്ടികയിൽ ഒഴിവാക്കപ്പെട്ടവർക്ക് പരാതി ഉന്നയിക്കാനും അവസരമുള്ളത് കൊണ്ട് തന്നെ ഈ പരാതി ഉയർത്താം. ശേഷം പരാതി പരിഹരിച്ച ശേഷം ഫെബ്രുവരിയിലാകും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഫോം 7 എല്ലാം വാങ്ങിച്ച് അതിന് ഫോം 7-ൽ എന്താണ് ആ ഒരു പാളിച്ച വന്നത്, ഈ എന്യൂമറേഷൻ ഫോമിൽ സംഭവിച്ച സാങ്കേതിക തകരാർ എന്താണ്, ഇതൊക്കെ നോക്കിയ ശേഷം വീണ്ടും അത് പൂരിപ്പിച്ച് അതിന് വേണ്ട നടപടികളൊക്കെ ചെയ്ത് വീണ്ടും അത് സമർപ്പിക്കാൻ, ഒരു പരാതിയായിട്ട് തന്നെ ഉന്നയിച്ച് ഈ ഫോം വീണ്ടും സമർപ്പിക്കാനുള്ള അവസരമൊക്കെ തന്നെയുണ്ട്. ഈ പരാതികളെല്ലാം പരിഹരിച്ച ശേഷം ഫെബ്രുവരിയിലായിരിക്കും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. എന്തായാലും ഈ ഒരു നടപടി, ഇത്തരത്തിൽ 58 ലക്ഷം പേരെ ഒഴിവാക്കിയ ഈ ഒരു നടപടി എന്നുള്ളത് BJPയുടെ ഗൂഢാലോചനയാണെന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്.